ഒരു സൈറ്റ് കെട്ടി ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നോക്കേണ്ടത് അവിടുത്തെ ഓറിയന്റേഷൻ ആണ്. ഈ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സൈറ്റ് ഉണ്ട്. ഇറ്റ്സ് മീ അവിനാഷ്, യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ആർക്കിടെക്ട്. നോർത്ത് സൗത്ത് നമുക്ക് സൺപാത്ത് എങ്ങനെയാണെന്നും വിൻഡ് എങ്ങനെയാണെന്നും റെയിൻ എങ്ങനെയാണെന്നും ഐഡിയ തരും. സണ്ണ് ഈസ്റ്റ് വെസ്റ്റ് സൗത്തിലൂടെയാണ് 7 months പോവുക. ബാക്കി 4 months ഏപ്രിൽ ആൻഡ് മെയ്യില് നോർത്തിലൂടെ ആയിരിക്കും സണ്ണ് പോവുക. പിന്നെ മിച്ചമുള്ള ടൈം മുടിഞ്ഞ മഴയാവും. സോ പ്രാക്ടിക്കലി സൗത്തിലാണ് ഓവർ എയർ കൂടുതൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുക. ഇനി കാറ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ ടു മെയ് ഡേ ടൈമില് വെസ്റ്റ് ടു ഈസ്റ്റും നൈറ്റില് ഈസ്റ്റ് ടു വെസ്റ്റും ആയിരിക്കും വിൻഡ് ഡയറക്ഷൻ. പിന്നെ മൺസൂൺ ആവുമ്പോൾ ജൂൺ ടു സെപ്റ്റംബർ ഡേ നൈറ്റ് വ്യത്യാസമില്ലാതെ സൗത്ത് വെസ്റ്റിൽ നിന്നും പിന്നെ ഒക്ടോബർ ടു നവംബറിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നുമാണ് കാറ്റടിക്കുക. ഇനി സൈറ്റിന്റെ കിടപ്പനുസരിച്ച് ചുറ്റുവട്ടം അനുസരിച്ചും ലോക്കൽ ചേഞ്ചസ് ഉണ്ടാവും. സ്റ്റിൽ ഈ പാറ്റേൺ മോസ്റ്റ് ഓഫ് ദ ഏരിയ അക്രോസ് കേരള സെയിം ആയിരിക്കും. പിന്നെ മഴ, കാറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ജൂൺ ടു സെപ്റ്റംബർ സൗത്ത് വെസ്റ്റിൽ നിന്നും ഒക്ടോബർ ടു നവംബർ നോർത്ത് ഈസ്റ്റിൽ നിന്നും ആണ് അടിച്ചു കയറുക. വേനൽ മഴയ്ക്ക് പിന്നെ ഇന്ന ഡയറക്ഷൻ ഒന്നും ഉണ്ടാവില്ല, അത് സൈറ്റിന്റെ കിടപ്പനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെ മനുഷ്യര് നെറിയേട് കാണിക്കല്ലേ, അപ്പൊ പിന്നെ പ്രകൃതി നെറിയേട് കാണിക്കാണ്ടിരിക്കുവോ? അപ്പൊ പറഞ്ഞു വന്നത്, ചുമ്മാ തൂക്കിട്ടോണ്ട് നടക്കാതെ ആ കോമ്പസ് ഇടയ്ക്കൊക്കെ സൈറ്റിലോട്ട് എടുക്കണം. ഇത്രയും കാര്യം സിമ്പിൾ ആയിട്ട് പിടികിട്ടും. ഏത് അത് ഇനിയിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാന്നാണോ? വാ പറഞ്ഞുതരാം. ഹീറ്റ് ഗെയിൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ട ഒന്നാണ് ഡയറക്റ്റ് സൺലൈറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്പേസിന്റെ ഉള്ളിലോ അത് എൻക്ലോസ് ചെയ്യുന്ന മതിലിലോ അതിന്റെ സീലിങ്ങിലോ ഡയറക്റ്റ് സൺലൈറ്റ് വീഴരുത്. ഫോട്ടോയിൽ കാണാൻ ചിലപ്പോൾ നല്ല രസം ഉണ്ടാവും, ബട്ട് ഇൻ റിയൽ ലൈഫ് ഒരു രസം ഉണ്ടാവില്ല. വരുന്നവരൊക്കെ കാണിച്ചൊന്ന് പവറാക്കാന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലുമാണ് മെയിൻ ആയിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് വീഴുക. അതില് സൗത്ത് ആൻഡ് വെസ്റ്റ് ആണ് വില്ലൻ. രാവിലെ തൊട്ട് ഈവനിങ് വരെ സൗത്തിലും ഉച്ച തൊട്ട് ഈവനിങ് വരെ വെസ്റ്റിലും മുട്ടിഞ്ഞ വെയിലായിരിക്കും. അതുകൊണ്ട് ഈ രണ്ട് സൈഡും തിക് വാൾസും ഇൻസുലേറ്റഡ് റൂഫ്സും വെച്ചോ, വലിയ സൺഷെയ്ഡ്സ് വെച്ചോ, അല്ലെങ്കിൽ ബഫർ സ്പേസ് വെച്ചോ, അതും അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻ വെച്ചോ പ്രൊട്ടക്ട് ചെയ്യണം. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. തിക് വാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തുനിന്നുള്ള ചൂട് അത് ഡയറക്റ്റ് സൺലൈറ്റ് വഴിയായാലും റിഫ്ലക്റ്റഡ് ഹീറ്റ് വഴിയായാലും ജനറലി പുറത്തുള്ള ടെമ്പറേച്ചർ ആയാലും അകത്ത് കയറാതെ നോക്കുന്ന തെർമൽ മാസ് ഉള്ള വാൾസ്. ലാറ്ററൈറ്റ് ഒക്കെ ഒരടി വീതി വേണം. ബ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ റാട്രാപ്പ് ബോണ്ട് വേണം, അല്ലെങ്കിൽ ഡബിൾ വാൾസ് യൂസ് ചെയ്യുക. എങ്ങനെയായാലും ചൂട് അകത്ത് കയറരുത്. റൂഫ് ഡബിൾ ലെയർ റൂഫ് വിത്ത് വെന്റിലേറ്റഡ് ആറ്റിക് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ. ഈ ബാത്റൂം, സ്റ്റെയർ കേസ് അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത റൂംസ് ആണ് നമുക്ക് ഹീറ്റിന് ബഫറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അതും അല്ലെങ്കിൽ വെയിൽ അകത്തോട്ട് റിഫ്ലക്ട് ചെയ്യാത്ത ബാൽക്കണി, വരാന്ത, കോർട്ട്യാർഡും ഒക്കെ ബഫറായിട്ടും യൂസ് ചെയ്യാം. പ്രോപ്പറായിട്ട് ലൈറ്റും ഹീറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വിസ്റ്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞ ഹീറ്റ് ഗെയിൻ ഉണ്ടാകാൻ ഏറ്റവും ചാൻസ് ഉള്ള കോർണേഴ്സ് ആയിരിക്കും വീട്ടിലെ കൂളസ്റ്റ് പ്ലേസ്. സൗത്തും വെസ്റ്റും കാറ്റിന്റെ എൻട്രി പോയിന്റ് ആയതുകൊണ്ട് തന്നെ വെയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല കാറ്റായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നല്ല കൂളായിരിക്കും. ഈ വാസ്തുവില് സൗത്ത് വെസ്റ്റ് കോർണറിൽ ബെഡ്റൂം വെക്കണം എന്ന് പറയാറില്ലേ, അതിന്റെ കാരണം ഇത് തന്നെയായിരിക്കും. അതുപോലെ സൺപാത്ത് നോക്കി ഹീറ്റ് ഗെയിൻ കുറയ്ക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത ട്രിക്കാണ് സെൽഫ് ഷെയ്ഡിങ്. വീടിന്റെ തന്നെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മാസ് ഓപ്പൺ ആയിട്ടുള്ള ബാക്കി ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ട്രിക്ക്. അതിനായിട്ട് യൂഷ്വലി സൗത്തും വെസ്റ്റും ഏരിയ ഹൈറ്റ് കൂട്ടിയും നോർത്ത് ആൻഡ് ഈസ്റ്റ് ഓപ്പൺ ആയിട്ടും ഹൈറ്റ് കുറച്ചുമാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓറിയന്റേഷൻ നോക്കി ഹീറ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്, വീട്ടിലെ റൂംസിലെല്ലാം മാക്സിമം നാച്ചുറൽ സൺലൈറ്റ് എത്തിക്കുക എന്നുള്ളത്. നോർത്തിൽ ഡയറക്റ്റ് ലൈറ്റ് അധികം വീഴാത്തത് കൊണ്ട് തന്നെ നോർത്ത് സൈഡ് മാക്സിമം ഓപ്പൺ ആക്കി ഇടുന്നതാണ് നല്ലത്.
ഇഫ് പോസിബിൾ എല്ലാ റൂമിനും നോർത്ത് സൈഡ് ഓപ്പൺ ആയാൽ എല്ലാ റൂംസിലും നല്ല നാച്ചുറൽ ലൈറ്റ് ഉണ്ടാവും. ഇനി കാറ്റിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു വെസ്റ്റ് ആൻഡ് സൗത്തിലൂടെയാണ് കാറ്റുള്ളിൽ കയറുന്നത്. അവിടെ വിൻഡോസ് ഓൾറെഡി ചെറുത് കൊടുക്കുന്നുണ്ട്. ഉർവശി ശാപം ഉപകാരം പോലെയാണ്. കാറ്റ് കയറുന്ന സൗത്ത് ആൻഡ് വെസ്റ്റ് ചെറിയ വിൻഡോസും ഓപ്പോസിറ്റ് സൈഡ് വലിയ വിൻഡോസും കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ ക്രോസ് വെന്റിലേഷൻ കിട്ടും. റൂംസ് കൂളാവുകയും ചെയ്യും. പിന്നെ വരുന്ന കാറ്റിനെ ചാനൽ ചെയ്ത് അകത്ത് കയറ്റാനായിട്ട് എയർ പോക്കറ്റ്സും കൊടുത്തു കഴിഞ്ഞാൽ സംഗതി പവറാവും. മഴക്ക് പിന്നെ എല്ലാ സൈഡും പ്രോപ്പറായിട്ട് റൂഫും സൺഷെയ്ഡും ഒക്കെ നീട്ടിയിടണം. പിന്നെ കറക്റ്റ് ഡ്രെയിനേജും വാട്ടർ പ്രൂഫിങ്ങും ഒക്കെ സെറ്റാക്കണം. കൂടെ വർഷമുള്ള മെയിൻ്റനൻസും. അപ്പൊ സൂര്യനെയും കാറ്റിനെയും മഴയും ഓറിയന്റേഷൻ നോക്കി ഇതുപോലെ ഡീൽ ചെയ്ത് കഴിഞ്ഞാല് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. അത്ര ഇത്രയും കാലം എവിടെയായിരുന്നു? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇട്ട് പഠിപ്പിക്കുക. നമുക്കിത് വെടിയും പുകയൊക്കെ ആയിട്ട് കൊണ്ടുപോകാനേ. ഇനിയിപ്പോ ലാൻഡ്സ്കേപ്പ് കൊണ്ട് എങ്ങനെ ചൂട് കുറയ്ക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഓക്കെ, ബൈ. ഞാൻ പോകുന്നു. ബൈ.